നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ ഒത്തുചേരുന്ന ശൈലി മാറിയതോടുകൂടി തലസ്ഥാനം ബി.ജെ.പിയുടെ കൈകളിലായി. തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് LDFും UDFും പറയുകയാണ്. പുന്നയ്ക്കാമുകൾ കൗൺസിലർ RP ശിവജി ആയിരിക്കും CPM സ്ഥാനാർത്ഥി. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് UDFും അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ 24-ന് തീരുമാനിക്കും. 24-ന് കൗൺസിലർമാരുടെ യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അതേസമയം 4 പതിറ്റാണ്ട് നീണ്ട ഇടതുഭരണം അവസാനിപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേക്ക് എത്തുന്നത്. വലിയ ആവേശത്തോടുകൂടിയാണ് BJP സംസ്ഥാന അധ്യക്ഷനൊപ്പം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയത്. തലസ്ഥാനത്തെ മേയർ ആരായിരിക്കുമെന്നതിൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുമെന്ന് LDFും UDFും വ്യക്തമാക്കിയിരുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഘോഷയാത്രയായാണ് BJP അംഗങ്ങൾ കോർപ്പറേഷനിലേക്ക് എത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷനും കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറും മറ്റ് പ്രമുഖ നേതാക്കളും ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിന്റെ കുറവ് കാര്യമാക്കുന്നില്ലെന്നും മേയർ പ്രഖ്യാപനത്തിലെ സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നും നേതാക്കൾ പറഞ്ഞു. 26-നാണ് മേയർ തെരഞ്ഞെടുപ്പ്. അതുവരെ ചർച്ച തുടരും. R ശ്രീലേഖയോ VV രാജേഷോ അതോ അപ്രതീക്ഷിത മേയർ വരുമോ എന്നും തീരുമാനമായിട്ടില്ല. അപ്രതീക്ഷിത തിരിച്ചടിയുടെ ആഘാതം ഇടതുമുന്നണിക്ക് ഉണ്ടെങ്കിലും സത്യപ്രതിജ്ഞാ ഹാളിലെ ആവേശ കാഴ്ചകൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഭരണഘടന ഉയർത്തിപ്പിടിച്ച സത്യവാചകം ചൊല്ലി UDF നിര 2 സ്വതന്ത്ര അംഗങ്ങളുടെ നിലപാടും കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായകമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ച വിഴിഞ്ഞത്ത് ജനുവരി 12-നാണ് തെരഞ്ഞെടുപ്പ്. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ ഒരു സീറ്റിൽ 9 സ്ഥാനാർത്ഥികൾ ഇതുവരെ മാത്രം പത്രിക നൽകിയിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം സംഘടനാപരമായ വീഴ്ച എന്നാണ് CPMന്റെ വിമർശനം. CPM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് വിമർശനം ഉയർന്നത്. ചുമതലപ്പെടുത്തിയവർ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നും പല വാർഡുകളും ജയിച്ചെന്ന പ്രതീതി ഉണ്ടാക്കി പ്രവർത്തനം ഉഴപ്പിയെന്നുമാണ് വിമർശനം. സ്വന്തം വാർഡ് ഉപേക്ഷിച്ച് മറ്റു വാർഡുകളിൽ പ്രവർത്തനത്തിന് പോയി. സഖ്യകക്ഷികൾക്കുണ്ടായ പരാജയവും തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. 4 പതിറ്റാണ്ടായി തുടരുന്ന ഇടതുകോട്ട തകർത്താണ് 50 സീറ്റുമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അതേസമയം സീറ്റ് ഇരട്ടിയാക്കി UDF വൻ മുന്നേറ്റമുണ്ടാക്കി. മുൻ DGP R ശ്രീലേഖയും KS ശബരിനാഥും VV രാജേഷും ഉൾപ്പെടെ പ്രമുഖർ ജയിച്ചു കയറി. ചുവപ്പിന്റെ തലസ്ഥാനമാണ് കാവിയണിഞ്ഞത്. ത്രികോണ പോരിൽ തിരുവനന്തപുരം BJPക്കൊപ്പം പോന്നു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്. 100 സീറ്റിൽ 50 BJP പിടിച്ചെടുത്തു. കേവല ഭൂരിപക്ഷത്തിന് ഒരേ ഒരു സീറ്റിന്റെ കുറവേ BJPക്കുള്ളൂ. നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും സിറ്റിംഗ് വാർഡുകൾ നിലനിർത്തിയതിനൊപ്പം ഇടതു കേന്ദ്രങ്ങളെ ഉലച്ചിരിക്കുകയാണ് BJP. നിയമസഭയിലേക്കുള്ള വോട്ട് ഒളിമ്പിക്സിൽ BJPയുടെ പ്രധാന വേദി ഇനി തിരുവനന്തപുരവുമാവും. VV രാജേഷ്, മുൻ DGP R ശ്രീലേഖ എന്നിവരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ളത്. ഞെട്ടിക്കൽ പരീക്ഷണത്തിനും സാധ്യതയുണ്ട്. വലിയ കക്ഷിയായെങ്കിലും ഭരണം നിലനിർത്തണമെന്ന് കരുതിയ LDFന് കിട്ടിയത് അപ്രതീക്ഷിത തിരിച്ചടിയാണ്. തിരുവനന്തപുരത്തുണ്ടായത് സിറ്റിംഗ് വാർഡുകൾ പലതും നഷ്ടമായി. കഴക്കൂട്ട മണ്ഡലത്തിലെ വാർഡുകൾ തകർന്നടിഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ വികാരം മറികടക്കാൻ ഇറക്കിയ പുതിയ സ്ഥാനാർത്ഥികളും വാർഡ് വിഭജനവും തുണച്ചില്ല. 10 സീറ്റിലേക്ക് 2020 ഒതുങ്ങിയ UDFന്റേത് വമ്പൻ തിരിച്ചുവരവാണ്. തീരദേശ വാർഡുകൾ UDFനൊപ്പം നിന്നു. KS ശബരിനാഥനും വോട്ട് വിവാദമുണ്ടായ മുട്ടടയിലെ വൈഷ്ണ സുരേഷും ഉൾപ്പെടെ ജയിച്ചു. 2 വാർഡുകളിൽ സ്വതന്ത്രരാണ് വിജയിച്ചത്. അവരിൽ ഒരാൾ പിന്തുണച്ചാൽ BJPക്ക് ഭരിക്കാൻ തലവേദനയില്ല. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെങ്കോട്ട തകർത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രതികരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. നന്ദി തിരുവനന്തപുരം എന്നാണ് പ്രധാനമന്ത്രി Xൽ കുറിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP NDA സഖ്യത്തിന് ലഭിച്ച ഭൂരിപക്ഷം കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണെന്നും അദ്ദേഹം ഓർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറയുന്നുണ്ട്. 45 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.